എല്ലാ പ്രിയപ്പെട്ടവർക്കും നവീകരണ ശബ്ദം അഥവാ വോയിസ് ഓഫ് റിഫോർമേഷൻ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ യുവജനോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യാദൃച്ഛികമായി കാണുന്ന അവസരത്തിൽ അവിടെ 2 യുവ അവതാരകരാണ്. അവർ കോളേജ് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. അവർ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് വിദ്യാർത്ഥികളോട് ചോദിച്ച ഒരു ചോദ്യമാണ് എൻ്റെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. അതായത് അവർ ചോദിച്ചത്, അന്ധവിശ്വാസം എന്നാൽ എന്താണ്, നല്ല വിശ്വാസം എന്നാൽ എന്താണ്? അപ്പോൾ ഞാനും അപ്പോൾ ഒന്നുകൂടെ ചിന്തിച്ചു, എന്താണ് ഈ അന്ധവിശ്വാസവും നല്ല വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ ചിന്തയിലേക്ക് വന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ചോദ്യത്തിന് മറുപടിയായി ഒരു കുട്ടി പറഞ്ഞു, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ്. മറ്റൊരു കുട്ടി പറഞ്ഞു, ഏതോ ഒരു ശക്തിയുണ്ട്, അത് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അത് ദൈവമെന്ന് പറയാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഈ 2 ഉത്തരങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് ബ്ലൈൻഡ് ബിലീഫ് എന്നാണ് പറയുന്നത്. ബ്ലൈൻഡ് ബിലീഫ് എന്നാൽ ബ്ലൈൻഡ് ബിലീഫ്, ഈ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക നേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാഴ്ചയില്ലാതിരിക്കുന്ന ഒരാൾക്ക് ലോകത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച്, അതിൻ്റെ രൂപത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണയുണ്ട് ഇല്ല. കേട്ടുകേൾവി മറ്റു കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം അത് വിശ്വസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ബിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക കാര്യങ്ങളുമായിട്ടുള്ള ബന്ധമല്ല. ബിലീഫ് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയലായിട്ടുള്ള അഭൗതികമായ കാര്യങ്ങളെ, അല്ലെങ്കിൽ നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ മാനുഷിക നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുകയും അറിയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു തലമാണ് ബിലീഫ് ബന്ധപ്പെട്ടിരിക്കുന്നത്, വിശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ആന്തരിക കണ്ണുകൾ പ്രകാശിതമാകാതിരിക്കുന്ന ഒരവസ്ഥ. ആന്തരിക കണ്ണുകൾക്ക് വേണ്ടത്ര ഇല്ലാത്തപ്പോൾ നമ്മൾ അഭൗതിക കാര്യങ്ങളെക്കുറിച്ച്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന ഒരു ചിത്രം, ഒരവസ്ഥ. ഇതാണ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. ബ്ലൈൻഡ് ബിലീഫ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആന്തരിക കണ്ണുകളെ വേണ്ട രീതിയിൽ പ്രകാശിപ്പിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, കാണുവാൻ കഴിയാത്ത ഒരവസ്ഥ. അതാണ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയുന്നത്. ഞാൻ ഈ സമയത്ത് അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ, എൻ്റെ നേരത്തെ ഞാൻ കേട്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഒന്ന്, ഈ 3 കാഴ്ചയില്ലാത്ത വ്യക്തികൾ ആനയെ കാണാൻ പോയി. ആനയെ കാണാൻ പോയപ്പോൾ അവർ 3 പേരും ആനയുടെ 3 ഭാഗങ്ങളിലാണ് സ്പർശിച്ച് നോക്കിയത്. ഒരാൾ നോക്കിയത് കാലിലാണ്, മറ്റൊരാൾ നോക്കിയത് ചെവിയിലാണ്, മറ്റൊരാൾ നോക്കിയത് ആനയുടെ വാലിലാണ് അവർ പിടിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ കേട്ടൊരു ഉദാഹരണമാണ്. അപ്പോൾ ഞാൻ
അപ്പോൾ അവർ 3 പേരോട് ഒരുമിച്ചിരുന്നപ്പോൾ ഒരു തർക്കമുണ്ടായി. എന്താണ്? ഒരാൾ പറഞ്ഞു ആനയെന്ന് പറഞ്ഞാൽ ഒരു തൂണ് പോലെ ഇരിക്കും. അടുത്തയാൾ പറഞ്ഞു ആനയെന്ന് പറഞ്ഞാൽ ഒരു ചൂല് പോലെ ഇരിക്കും. മറ്റേയാൾ പറഞ്ഞു അങ്ങനെയല്ല, ആനയെന്ന് പറഞ്ഞാൽ മുറം പോലെ ഇരിക്കും. ഞാൻ സ്പർശിച്ച് നോക്കിയതാണ്. അപ്പോൾ അവർക്ക് ഈ തൂണിനെക്കുറിച്ചും ചൂലിനെക്കുറിച്ചും മുറത്തെക്കുറിച്ചുമൊക്കെ അവരുടെ ഹൃദയത്തിൽ കേട്ടറിവുള്ള അത് വെച്ച് അവരെ ആനയെ സ്പർശിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തെ ചൊല്ലിയാണ് അവരെ തർക്കമുണ്ടായത്. ഞാൻ പലപ്പോഴും ജന്മനാ തന്നെ അന്ധരായിരിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ലോകത്തിൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടറിവുകൾ ഉണ്ടെങ്കിലും തൊട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നെങ്കിലും അവരെ ഈ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ലോകത്തിലുള്ള വസ്തുക്കളുടെയൊക്കെ യഥാർത്ഥ രൂപം അവർക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അത് അവരുടെ ആ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയും ധാരണയും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഒരു മനുഷ്യനെ, കുരുടനായിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു സംഭവം ബൈബിളിൽ വിവരിച്ചിട്ടുണ്ട്. അതെൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതായത് അവനെ സൗഖ്യമാക്കുന്ന സമയത്ത് 2 ഘട്ടമായിട്ടാണ് അവന് സൗഖ്യം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ കർത്താവിനോട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് ഭാഗികമായി തുറന്നു. അപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് കാണാം, ഞാൻ മനുഷ്യരെയൊക്കെ മരം പോലെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മരത്തെക്കുറിച്ച് അവനൊരു ധാരണയുണ്ട്, മനുഷ്യനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് കാഴ്ച കിട്ടി അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ശിഖരങ്ങൾ, കൈകളും ഒക്കെയുള്ള ഒരു മനുഷ്യരെ കണ്ട് പെട്ടെന്ന് അവൻ മരം പോലെ കാണുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും അവൻ്റെ കണ്ണ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആണ് അവന് യഥാർത്ഥത്തിലുള്ള ലോകത്തിൻ്റെ അനുഭവത്തെ കാണുവാൻ കഴിയുന്നത്. ഇതുപോലെ നമ്മുടെ ആന്തരിക കണ്ണുകൾ എത്രമാത്രം തുറക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, അഥവാ നമ്മുടെ കണ്ണുകൾക്ക് അഗോചരമായിരിക്കുന്ന വിശ്വാസമണ്ഡലത്തിലുള്ള, മാനസിക മണ്ഡലത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാനും കാണുവാനും കഴിയുന്നത്. ഞാൻ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുള്ള ഒരു ശ്ലോകം ഞാൻ ഓർക്കുകയാണ്. അകങ്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അപ്പം നമ്മുടെ പുറമേയുള്ള കണ്ണുകളല്ല, അകത്തെ കണ്ണുകൾ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒക്കെ കണ്ണുകൾ തുറക്കണമെങ്കിൽ ആശാൻ ബാല്യത്തിലെത്തണം. ബാല്യത്തിൽ, അതായത് ഒരു കുഞ്ഞിൻ്റെ ബാല്യകാലത്തിൽ തന്നെ വിദ്യാഭ്യാസം തുടങ്ങിയെങ്കിലേ അവൻ്റെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ അല്ലെങ്കിൽ അകത്തെ കണ്ണുകൾ തുറക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ശ്ലോകത്തെ മറ്റൊരാളിങ്ങനെ പറഞ്ഞു കേട്ടു. എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതായത് അകങ്കണ്ണ് തുറക്കണമെങ്കിൽ ആശാൻ ബാല്യത്തിലെത്തണം. എന്നുവെച്ചാൽ അറിവിൻ്റെ ഉന്നതികളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥകൾ മനസ്സിലാക്കണമെങ്കിൽ അവന് ഒരു ശിശുവിനെ പോലെ വന്നെങ്കിൽ മാത്രമേ അവനത് സാധിക്കുകയുള്ളൂ. അറിവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നാൽ ഒരു മനുഷ്യനും യാഥാർത്ഥ്യം പോലെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു സഹോദരൻ ഈ ശ്ലോകം ഉദ്ധരിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാനിടയായി. ഞാനതും എൻ്റെ ഹൃദയത്തിൽ ചിന്തനീയമായി തോന്നി. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇതിന് സമാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ
ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അറിവിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആ ഒരു തലത്തിൽ കാര്യങ്ങളെ കണ്ട് അഹങ്കരിക്കുന്ന ഒരു വ്യക്തി കാര്യങ്ങളുടെ യഥാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അവൻ താഴേക്ക് വരണം. കാരണം മനുഷ്യനെന്ന് പറയുന്നത് മനനം ചെയ്യുന്നവനാണ്. മനുഷ്യൻ മനനം ചെയ്യുന്നവനാണ്. അപ്പോൾ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളെ കാര്യകാരണ സഹിതം അപഗ്രഥിച്ച് ചിന്തിച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് മനനം ചെയ്യുക. ആ ഒരു പ്രക്രിയയാണ് മനനം ചെയ്യുക എന്നുള്ളത്. കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിതാണെന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളഞ്ഞാൽ ഒരിക്കലും അക്കാര്യങ്ങളുടെ വാസ്തവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. നാം അന്ധരായി ജീവിക്കുന്നു എന്നേ നമുക്ക് പറയാനൊക്കൂ. മനുഷ്യൻ മനനം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ മനുഷ്യ സമൂഹത്തെ മൊത്തം ഇതിനോടുള്ള ബന്ധത്തിൽ 3 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നത് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 53-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആ ഭക്തൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഫൂളിഷ് അല്ലെങ്കിൽ മരമണ്ടൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നത്? ദൈവമില്ല എന്ന് പറയുന്നത് അവർ ദൈവത്തെ കാണുന്നില്ല, അതുകൊണ്ടാണ്. ദൈവം നാം കാണത്തക്ക ഒരു ഭൗതിക ശരീരത്തോടു കൂടിയ ആളല്ല ദൈവം. അത് നാം മനസ്സിലാക്കണം. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിലാണ് ഈ അഖിലാണ്ടം മുഴുവനും ഭരിക്കപ്പെടുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്, സൂക്ഷിക്കപ്പെടുന്നത്. ആ ദൈവം മനുഷ്യൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ലോകത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ഇല്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യനെ വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ലോകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ ദൈവവുമായിട്ട് സഹവസിച്ച് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ആദ്യ മനുഷ്യന് ദൈവവും മനുഷ്യനുമായിട്ട് ആ ഒരു ബന്ധത്തിൽ ദൈവത്തെ മനുഷ്യന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ തനിക്ക് ദൈവം നൽകിയ ആ ദൈവീകമായിരിക്കുന്ന കഴിവുകൾ അത് ദുരുപയോഗം ചെയ്ത്, അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ആ ശബ്ദത്തിന് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾക്ക് വശംവദരായി മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ വന്നപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഈ ഭൂമി തന്നെ ഇങ്ങനെ വല്ലാത്ത ദുരിതത്തിൻ്റെ ഒരു സ്ഥലമായി മാറിയത് മനുഷ്യൻ്റെ ഈ അനുസരണക്കേട് നിമിത്തമാണ്. ഭൂമിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. മഴയോ കാറ്റോ അല്ലെങ്കിൽ മറ്റ് ഇടിമിന്നലുകളോ മറ്റ് യാതൊരു പ്രകൃതിക്ഷോഭങ്ങളുമില്ലാത്ത നന്നായി അലങ്കരിച്ച ഒരു വീട് പോലെ ആകാശം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചേർന്ന് അലങ്കരിക്കപ്പെട്ട ഒരു
മേൽക്കൂരയും ഭൂമി പച്ചപ്പരവതാനി വിരിച്ച നല്ല ഒരു തറയായും ഇങ്ങനെ വളരെ മനോഹരമായ കാലാവസ്ഥയിൽ മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, മനുഷ്യനെ ഏൽപ്പിച്ചു. ഒരു പിതാവ് വീട് വെച്ച് തൻ്റെ മകനെ അത് ഏൽപ്പിച്ച് പാർപ്പിക്കുന്നത് പോലെ. എന്നാൽ ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ആ മകൻ ആ ഭവനത്തെ ഉപയോഗിച്ചപ്പോൾ, ഭവനത്തിൽ ജീവിച്ചുകൊണ്ട് പിതാവിനോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, പിതാവ് ആ ഭവനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു. അതുപോലെ ഭൂമിയുടെ എല്ലാ മനോഹാരിതമായ സുഖ അവസ്ഥകളെയും ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ പാപനിമിത്തമുള്ള ശാപത്താൽ ശാപഗ്രസ്തമായി തീർന്നു. അതാണ് ഈ ഭൂമിയുടെ ദുരിതത്തിൻ്റെ കാരണം. ഇനി അത് മാത്രമല്ല, ആത്യന്തികമായി പാപം ചെയ്ത മനുഷ്യനെ ഇതുപോലെ പാപത്തിൻ്റെ ആ ഉയർച്ചയുടെ ഒരു അവസ്ഥയിൽ ഭൂമിയിൽ ഈ ദുരിത ജീവിതത്തിൽ കൂടുതൽ നാൾ ശേഷിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ഈ ഭൂമിയും അധിക നാൾ ഇങ്ങനെ സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി അനുസരണക്കേട് നിമിത്തം നഷ്ടപ്പെടുത്തിയ മനുഷ്യരിൽ നിന്ന് ഒരു കൂട്ടത്തെ തൻ്റെ സ്വന്തം ജനമാക്കി, തൻ്റെ മക്കളാക്കി, തന്നോട് ഒപ്പം വസിപ്പിക്കുവാൻ ദൈവം ഈ ശപിക്കപ്പെട്ട ഭൂമിയെയും മനുഷ്യവർഗത്തെയും നശിപ്പിക്കുന്നതിന് മുൻപ് ഒരു രക്ഷയുടെ മാർഗം, ഒരു പ്രായശ്ചിത്തത്തിൻ്റെ മാർഗം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. പാപമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ജഡമായി ലോകത്തിലേക്ക് വന്നു, ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്ന് പാപമില്ലാത്ത, അതെങ്കിൽ ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും വ്യക്തികളും സകലതും ശപിക്കപ്പെട്ടതായതുകൊണ്ട് ഇവയൊന്നും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അർപ്പിക്കപ്പെടുവാൻ യോഗ്യതയില്ല, പര്യാപ്തമല്ലായകയാൽ വളരെ ദൈവത്തിൻ്റെ മുൻപിൽ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ യാഗമായി അർപ്പിക്കപ്പെടേണ്ടതിന് യോഗ്യതയുള്ള ഒന്നും ലോകത്തിലില്ലാതിരിക്കുമ്പോൾ മനുഷ്യനോടുള്ള മഹാസ്നേഹം നിമിത്തം പിതാവായ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് തന്നിൽ നിന്ന് തൻ്റെ വചനം ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് പാപമില്ലാതെ ലോകത്തിൽ ജീവിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരം യാഗമായി തീരുക, പ്രായശ്ചിത്തമായി ദൈവ മുൻപിൽ യാഗമായി അർപ്പിക്കപ്പെടുക. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവം അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തുവിൽ കൂടി രക്ഷാമാർഗം ഒരുക്കിയത്. ഇനി നമ്മൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിലേക്കൊന്ന് വരിക. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവമില്ല എന്ന് പറയുന്നത്? അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവന് കാണാൻ കഴിയാത്തത് കൊണ്ട്. അപ്പൊ കാണാൻ കഴിയാത്തതിൻ്റെ കാരണമാണ് ഞാൻ വിവരിച്ചത്. പാപനിമിത്തം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ദൈവത്തെ മനുഷ്യന് കാണുവാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ദൈവത്തെ മറ്റൊരു കൂട്ടം മനുഷ്യരുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ, മറ്റൊരു കൂട്ടർ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പൊ ഇവര് എന്താണ് ചെയ്യുന്നത്? ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളും, ഓരോ വസ്തുക്കളും, ഓരോ ചെറിയ കാര്യങ്ങളും അവർ കാണുമ്പോൾ അവരതിനെ അതിശയത്തോടെ നോക്കുന്നു. ഇതെങ്ങനെ ഇങ്ങനെ ഉളവായി വന്നു?
ഒരു സസ്യം ആഹാരം പാകം ചെയ്യുന്നത്, സൂര്യൻ പകല് രാവിലെ ഉദിക്കുന്നത്, അത് വൈകിട്ട് അസ്തമിക്കുന്നത്, രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത്, കാലാവസ്ഥകളുടെ ക്രമീകരണം, കാലവർഷത്തിൻ്റെ ക്രമീകരണം, ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളും. ഇനിയും നമ്മിലേക്ക് തന്നെ നാം ഒന്ന് നോക്കിയാൽ എത്ര അതിശയകരമായി നമ്മുടെ ശരീരത്തെ എഞ്ചിനീയറിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു, രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഈ ക്രമീകൃതമായ ഓരോ അവസ്ഥകളും ഭൂമി അതിൻ്റെ അടുക്കുകളായി അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രൂപകൽപ്പന ചെയ്ത ഒരു എഞ്ചിനീയർ അഥവാ ഒരു ശില്പി, ആ ശില്പിയുടെ കരവിരുതിനെ ഇതിനകത്ത് നോക്കി കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ കാര്യങ്ങൾ മനനം ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവന് ബ്ലൈൻഡായിരിക്കുന്നു, അവന് അന്ധനായിരിക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ അവന് കഴിയുന്നില്ല. അതാണ് അന്ധവിശ്വാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചിന്തിക്കുന്നത്. അതായത് കാര്യങ്ങളെ അപഗ്രഥിച്ച് കാര്യകാരണ സഹിതം പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. നാം മനോഹരമായ ഒരു വഴി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും മനോഹരമായ ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം കാണും. നാം ആ കെട്ടിടത്തെ നോക്കി കുറേ നേരം നിന്നു. വളരെ അത്ഭുതകരമായ, വളരെ മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു കെട്ടിടം, അതിനകത്തുള്ള സംവിധാനങ്ങൾ, അതിനകത്തുള്ള പെയിന്റിങ്സ്, അതിനകത്തുള്ള സാധന സാമഗ്രികളുടെ ക്രമീകരണങ്ങൾ, ഇതെല്ലാം കണ്ട് നമ്മൾ വളരെ ആശ്ചര്യം കൂറുമ്പോൾ ഒരു കാര്യം നാം പെട്ടെന്ന് ഏത് മനുഷ്യനും, ചിന്താശക്തിയുള്ള ഏത് മനുഷ്യനും പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇതിൻ്റെ എഞ്ചിനീയർ ആരാണ്, ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആരാണ്, ഇതാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതേസമയം ചിന്താശക്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് കൈയടിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വഴിക്ക് പോകും. എന്നാൽ ഈ ചിന്താശക്തിയുള്ള മനുഷ്യർ ഇതിൻ്റെ എഞ്ചിനീയർ ആരാണ് എന്ന് ചിന്തിക്കുകയും ഇത് വളരെ ആ എഞ്ചിനീയറെ പുകഴ്ത്തുകയും ചെയ്യും. ഇതാണ് അവസ്ഥയെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതിയും അതുപോലെയാണ്. നോക്കൂ, ഈ ലോകം എത്ര അത്ഭുതകരമാണ്. വിശുദ്ധ ബൈബിളിൽ ഒരു വചനം 139 സങ്കീർത്തനം, ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ 139 സങ്കീർത്തനം, അതിൻ്റെ 14 വചനത്തിൽ ഒരു ഭക്തൻ ഇങ്ങനെ പറയുന്നു: ദൈവമേ, നീ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. തൻ്റെ ശരീരത്തിലേക്ക് നോക്കി, നമ്മിലേക്ക് തന്നെ നോക്കി, ഈ ബോഡിയെ ഡിസൈൻ ചെയ്തത് ആരാണ്? മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഇവയെ ഒക്കെ നിയന്ത്രിക്കത്തക്ക നിലയിൽ അധികാരവും ജ്ഞാനവും കൊടുത്തത് ആരാണ്? എന്തിനു വേണ്ടിയാണ്? മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവയൊക്കെ ചിന്തിക്കാത്ത മനുഷ്യൻ പറയും മനുഷ്യൻ രണ്ടു കാലിൽ നടക്കുന്ന ഒരു മൃഗമാണ് എന്ന് വെച്ചാൽ മനുഷ്യനെ മറ്റു മൃഗങ്ങളോട് തുല്യമാക്കുക. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. എന്നാൽ അതല്ല. ഞാൻ ഇനി അതിൻ്റെ തുടർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മൂന്നാമത്തെ ഒരു കൂട്ടർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അവർ വിശ്വസിക്കുന്നു, കണ്ടിപ്പായിട്ട് വിശ്വസിക്കുന്നു ദൈവമുണ്ട്. എന്നാൽ അവര് ദൈവത്തെ വേണ്ടതുപോലെ, ഈ ദൈവം ആരാണെന്ന് മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ഉപയോഗിച്ച് അതിനെ അപഗ്രഥിച്ച് പഠിക്കാൻ ചിന്തിക്കാതെ കാണുന്ന ഏതിനെയും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ
മനുഷ്യനേക്കാൾ അല്ലെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഏതൊരു കാര്യത്തെയും ഇതാണ് ദൈവം എന്ന് ചിന്തിച്ച് അതിനെ വന്ദിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ, ഇത് വാസ്തവത്തിൽ വലിയ അപകടവും ദൈവനിന്ദയുമാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തെ 2-ാമത്തെ വാക്യമല്ല, 21-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അവർക്കറിയാം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും ദൈവത്തെ അവര് വേണ്ട വിധത്തിൽ ആരാണ് ദൈവം എന്ന് ചിന്തിക്കാൻ മിനക്കെടാതെ അവര് ദൈവത്തെ അവരുടെ സങ്കല്പ സൃഷ്ടികളാക്കി മാറ്റിക്കളഞ്ഞു. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് അങ്ങനെ സംസാരിക്കുന്നു. അവര് വളരെ ജ്ഞാനികളാണ്, വളരെ ലോകപരമായി വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയും നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അവർ ആ വിദ്യാഭ്യാസം അവർക്ക് മാനുഷിക ജ്ഞാനമുണ്ടെങ്കിലും ആത്മീയ ജ്ഞാനം അവർ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് ഈ തിരുവചനത്തിൻ്റെ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എന്ന് വെച്ചാൽ അവർ വളരെ ബുദ്ധിമാന്മാരാണ്, രാജ്യം ഭരിക്കാൻ കഴിവുണ്ട്, ലോകത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യുന്നുണ്ട്. പക്ഷെ അവർ മൂഢരായിപ്പോയി, മണ്ടന്മാരായിപ്പോയി. എന്താണ് കാരണം? 23-ാം വാക്യം, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇവര് ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത്? അക്ഷയനായ ദൈവം. ഇപ്പൊ ദൈവം ആരാണ്? ക്ഷയമില്ലാത്തവനാണ്, സ്വയംഭൂവാണ്, എന്നും ജീവിക്കുന്നവനാണ്. അപ്പൊ ഈ മഹാദൈവത്തിൻ്റെ തേജസ്, ആ ദൈവത്തിൻ്റെ മഹത്വം, അന്തസ്, ഈ ദൈവത്തിൻ്റെ അന്തസ്സിനെ, മഹത്വത്തെ, തേജസ്സിനെ ഇവര് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവരുടെ ആ വിവേകമില്ലാത്ത ചിന്തയിൽ നിന്ന്, ജ്ഞാനികളാണെന്ന് പറയുന്നെങ്കിൽ വലിയ ഡിഗ്രിയൊക്കെ ഉള്ളവരാണെങ്കിലും അവരുടെ വിവേകശൂന്യത നിമിത്തം അവരെന്ത് ചെയ്യുന്നു? അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ഒരു സത്യമുണ്ട്, അതായത് സൃഷ്ടിയും സൃഷ്ടിതാവും. സൃഷ്ടിതാവിനെ എങ്ങനെ കാണണം? അപ്പം മനുഷ്യൻ ഈ മഹാദൈവത്തിൻ്റെ തേജസ്സിനെ നശിച്ചു പോകുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപസാദൃശ്യങ്ങളാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. ഇതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളയുന്നത്. അങ്ങനെ ഇവർ ലോകത്തിൽ ഏത് അധർമ്മവും ചെയ്യുവാൻ ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ്, ജ്ഞാനത്തിൻ്റെ പേര് പറഞ്ഞ്, ആത്മീയത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞ്
എന്ത് നികൃഷ്ടമായ കാര്യങ്ങളും ചെയ്യുവാൻ ഇവർ തയ്യാറാകുന്നു. അത് ദൈവത്തിൻ്റെ പേരിലാണ്. പക്ഷേ അവർ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം കൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി, മരമണ്ടന്മാർ, ഫൂളിഷായി പോയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി, അവർ സത്യദൈവത്തിൻ്റെ തേജസ്സിനെ വ്യാജമാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. അതുകൊണ്ട് അവരിൽ സത്യദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലില്ലാത്തത് കൊണ്ട് അവർ ലോകത്തിലുള്ള സകല നികൃഷ്ട കാര്യങ്ങളും ചെയ്യുവാൻ അവര് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ പേരിലാണ്. ഇതാണ് അടുത്ത ഒരു കൂട്ടർ. ഇവരെ കുറിച്ച് ബൈബിളിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച്. എന്നുവെച്ചാൽ അവർക്ക് ദൈവം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തു ആയി അവർക്ക് കാണണം. അതാണ് അവരുടെ ചിന്ത. ദൈവത്തെ തപ്പി നോക്കുകയാണ് അവർ. ഏതാണ് ദൈവം? ആരാണ് ദൈവം? ഈ ഭൂമിയിൽ ദൈവം ആരാണ്? അതുകൊണ്ട് അവര് വീരശൂരന്മാർ, അല്ലെങ്കിൽ ക്രൂരത കൂടി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നവർ, അവരെ അവർ ദൈവമായിട്ട് സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇവിടെ നാം വായിക്കുന്നു, അതിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 24-ാം വാക്യത്തിൽ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പൊ ദൈവം ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ നാഥനായ ദൈവമാണ്. സകലത്തിൻ്റെയും നാഥനായ ദൈവമാണ്. ഈ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഈ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. സകലതും അവിടുത്തെ സൃഷ്ടിയാണ്. അപ്പൊ ഈ ദൈവത്തിന് മനുഷ്യനുണ്ടാക്കുന്ന ഒരു കെട്ടിടത്തിൽ ഒതുങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവത്തെ മനുഷ്യൻ പരിമിതപ്പെടുത്തി കെട്ടിടങ്ങളിൽ ഇരുത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് മാനവജാതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളുടെ വലിയൊരു കാരണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 25-ാമത്തെ വാക്യം, അതായത് ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലെ 25-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. താൻ എല്ലാവർക്കും ജീവനും, താൻ എന്ന് പറഞ്ഞ ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ദൈവം ആരാണ്? ദൈവം സകലത്തിനും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാണ്. ദൈവത്തിന് വേറെ ദൈവമെന്ന് പറഞ്ഞ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നുമില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഓരോ ദൈവമെന്നില്ല. ദൈവം ഒരുവനേ ഉള്ളൂ. വിശുദ്ധ ബൈബിളിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനം എന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവമാണ് ഈ അഖിലാണ്ടത്തെ മുഴുവനും സകലതും സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, സകലത്തെയും നിയന്ത്രിക്കുന്നത്, സകലത്തിനും അധികാരി അഥവാ നാഥൻ ആയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഈ ദൈവത്തെ ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ അവർ ദൈവം എവിടെ ഇരിക്കുന്നു തപ്പി നോക്കുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോ. അതുകൊണ്ട് ഈ കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നുള്ള ഒരു
ശ്ലോകം പറയുന്നത് പോലെ എന്ന് ഞാനങ്ങ് പറയുകയാണ്. കാരണം ഈ അഖിലാണ്ടങ്ങളുടെ ദൈവത്തെ എൻ്റെ പരിമിതമായ ചിന്തയ്ക്കുള്ളിൽ, എൻ്റെ കാഴ്ചയ്ക്കുള്ളിൽ കണ്ടില്ലെങ്കിൽ കണ്ടതിനെയൊക്കെ ദൈവമാക്കുക. ഇതാണ് മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇവിടെ നാം വായിക്കുന്നത്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ ദൈവം നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ആ ദൈവം നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ഈ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ലോകത്തിൽ ഓരോ വ്യക്തികൾക്കും അനുഭവിക്കുവാൻ കഴിയത്തക്ക വിധം ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ ദൈവത്തെ ഞാൻ എൻ്റെ ചിന്തയ്ക്കുള്ളിൽ പരിമിതപ്പെടുത്തി, നേരത്തെ പറഞ്ഞതുപോലെ നശിച്ചു പോകുന്ന മനുഷ്യനോടോ പക്ഷിയോടോ മൃഗജാതിയോടോ ഇഴജാതിയോടോ അതിനെ തുലനം ചെയ്ത് അതിനെ ദൈവമെന്ന് പറഞ്ഞാൽ നാം ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 28-ാമത്തെ വാക്യം, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആ ദൈവത്തിലാണ്, എന്നുവെച്ചാൽ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിലാണ് നമ്മൾ. ഞാൻ നേരത്തെ വായിച്ച 139-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ അവിടെ വായിക്കുന്നു, ദൈവമേ, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ വായിൽ അങ്ങ് അറിയാതെ ഒരു വാക്കുപോലുമില്ല, എൻ്റെ ചിന്തകളൊക്കെ അങ്ങ് ദൂരത്ത് നിന്ന് തന്നെ ഗ്രഹിക്കുന്നു. നോക്കൂ, എത്ര മനോഹരമായ ഒരു അറിവാണത്. ദൈവത്തിലാണ് നാം ഇരിക്കുന്നത്, ചരിക്കുന്നത്, ജീവിക്കുന്നത്. മനുഷ്യ സമൂഹം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ തങ്ങളുടെ ചിന്തകളുടെ കണ്ണുകൾ, ആത്മക്കണ്ണുകൾ, അകത്തെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിൽ മനുഷ്യ സമൂഹം എത്ര മനോഹരമാകുമായിരുന്നു എന്ന് നാം ചിന്തിച്ചു പോവുകയാണ്. 28-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു, നാം ദൈവത്തിൻ്റെ സന്താനമാണ്. ഈ ഭൂമിയിലുള്ള സകലത്തെയും ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. മനോഹരമായ ഭൂമി, പ്രകൃതി, മൃഗങ്ങൾ എല്ലാം ഉണ്ടാക്കി. ഓരോന്നിനും അവയുടെ ആഹാര സംവിധാനങ്ങൾ ഉണ്ടാക്കി, ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കി. ഈ സകലത്തെയും ഭൂമിയിൽ സൃഷ്ടിച്ച അനന്തരം ദൈവം തൻ്റെ മക്കളായി മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയ, പിതാവായ ദൈവം ഉണ്ടാക്കിയ സകലത്തിന്മേലും ഭരണം നടത്തി ഭൂമിയിൽ വാഴുവാൻ, ജീവിക്കുവാൻ ദൈവം തൻ്റെ മക്കളായി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയെ ദൈവം അവർക്ക് കൊടുത്തു, കൈമാറി. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാം അവിടുത്തെ സന്താനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നാം. ഇനി 29-ാം വാക്യം, നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരുന്നത് കൊണ്ട്, നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് ചിന്തിക്കരുത്. ഇത് ഭയങ്കര അപകടമാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ഒരു നിമിഷം നമ്മിലേക്ക് തന്നെ നോക്കി ചിന്തിച്ചുകൂടെ, എന്തുകൊണ്ട് മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു? എന്തുകൊണ്ട്? എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഒന്ന്, മനുഷ്യന്റെ രൂപം എന്താണ്? ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഈ കൈയും കാലും ഈ ഭൗതിക ശരീരവുമുള്ള ഒരാളാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മക്കള് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്?
ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. മനുഷ്യനെന്ന് പറയുന്നത്, മനുഷ്യന്റെ രൂപം എന്താണ്? അതായത് നിങ്ങൾ എന്നെ കാണുന്നു, എന്നെ കാണുന്നത് എൻ്റെ ഈ ഭൗതിക ശരീരമാണ്. ശരീരം, എൻ്റെ ശരീരമാണ് നിങ്ങൾ കാണുന്നത്. എന്നെ നിങ്ങൾ അറിയുന്നത് എൻ്റെ ചിന്തകൾ ഈ ശരീരത്തിൻ്റെ അവയവമായ നാവും വായും ഉപയോഗിച്ച് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു. നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങൾ ഞാനുമായി അടുത്ത് ഇടപെടുമ്പോൾ എന്നിൽ നിന്ന്, എൻ്റെ അകത്ത് നിന്ന് വരുന്ന പെരുമാറ്റ രീതികൾ കാണുമ്പോൾ ഞാൻ ഈ തരക്കാരനാണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അതുവരെ നിങ്ങൾ കാണുന്നത് മുഴുവനും എൻ്റെ ശരീരമാണ്. ചിന്തിച്ചു നോക്കണം, എൻ്റെ ശരീരമാണ്. അപ്പോൾ മനുഷ്യൻ്റെ രൂപം എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ മൂക്കിനെ തൊട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ചെവിയെ തൊട്ട് കാണിച്ചാൽ ഇത് ഞാനാണെന്ന് പറയാൻ പറ്റില്ല. ഇത് എൻ്റെ അവയവങ്ങളാണ്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇനി ഞാൻ ഇങ്ങനെ നെഞ്ചിൽ തൊട്ട് എൻ്റെ ശരീരത്തെ മൊത്തമായി ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇത് ഞാനല്ല, ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരമാണ്. അപ്പോൾ ഞാൻ എവിടെയാണ്? ഞാൻ ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന ഒരാത്മജീവിയാണ് മനുഷ്യൻ. അതായത് ഞാനിപ്പോൾ ഇവിടെ മരിച്ച് കിടന്നാൽ ആ ശവശരീരത്തെ നോക്കി നമ്മളെല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ഏബ്രഹാം മരിച്ചു പോയി, ഏബ്രഹാമിൻ്റെ ശവമടക്കാണ്. ശവം, ദ ഹ്യൂമൻ റിമൈൻസ് ഓഫ് ഏബ്രഹാം. മനുഷ്യന്റെ ഡെഡ് ബോഡി, മൃതശരീരം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നാം ഇതിനെക്കുറിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും നാം മനനം ചെയ്യുവാൻ മിനക്കെടാത്തത് കൊണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമ്മെ സൃഷ്ടിച്ച സ്വർഗീയ പിതാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരവും അപകടകരവുമായ ഒരവസ്ഥ. മനുഷ്യൻ ആത്മജീവിയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മജീവിയാണ്. ആത്മാവിനാണ് വിവേകം, ജ്ഞാനം, തിരിച്ചറിവ് ഇവയെല്ലാം ഉള്ളത് ആത്മാവിനാണ്. ഈ ആത്മാവിൻ്റെ ബുദ്ധിയും വിവേകവും ചിന്താശക്തിയുമെല്ലാം ഈ ഭൗതിക ലോകത്തിൽ, മെറ്റീരിയൽ വേൾഡിൽ പ്രാവർത്തികമാക്കാനുള്ള അനുയോജ്യമായ ഒരു ഉപകരണമാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ നിർമ്മിതി, തലച്ചോറും കണ്ണും ഈ അവയവങ്ങൾ മുഴുവനും. അപ്പോൾ ഇതിനെ ഡിസൈൻ ചെയ്ത ദൈവം മനുഷ്യന് തൻ്റെ ഹൃദയത്തിൻ്റെ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ വെളിപ്പെടുത്താൻ, തൻ്റെ ചിന്തകളെ വെളിപ്പെടുത്താൻ, തൻ്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്താൻ ദൈവം സൃഷ്ടിച്ചു നൽകിയിരിക്കുന്ന അനുയോജ്യമായ അവയവങ്ങളാണ്, മെഷീനാണ് ഈ ബോഡി എന്ന് പറയുന്നത്, ഈ ശരീരം എന്ന് പറയുന്നത്. നാം ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കണം. മരണമെന്ന് പറയുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തന്ന സമയം അവസാനിക്കുമ്പോൾ മനുഷ്യനെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് മനുഷ്യൻ കടക്കുന്നു.
മനുഷ്യൻ പ്രവേശിക്കുന്നു. ശരീരത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുമാറുന്നു. ശരീരത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരുന്ന അനുഭവമാണ് മരണമെന്ന് പറയുന്നത്. അപ്പോഴും ആത്മജീവികളായ മനുഷ്യന് ജ്ഞാനം, ബുദ്ധി എല്ലാം ഉണ്ട്, ഓർമ്മയുണ്ട്. എന്നാൽ ശരീരം നിർജീവമായി മാറുന്നു. ആ ശരീരത്തിൽ അപ്പോഴും തലച്ചോറുണ്ട്, കണ്ണുണ്ട്, അവയവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ? അതിന് ജീവൻ നൽകിയിരിക്കുന്ന ഇമ്മറ്റീരിയൽ പാർട്ട്, എല്ലാ മൃഗങ്ങൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇമ്മറ്റീരിയൽ പാർട്ട് അതിൽ നിന്ന് വിട്ടുമാറി. എന്നാൽ മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ, സകലത്തെയും ഭരിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, അന്വേഷണ ബുദ്ധി ഇവയൊക്കെ നൽകി സൃഷ്ടിക്കുവാൻ ദൈവത്തെ പോലെ കഴിവുള്ള മനുഷ്യൻ്റെ ആ ജീവനോട് ചേർന്ന് അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു. ആ ഒരു വിശേഷതയാണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വിശേഷതയുള്ളവനാക്കി തീർക്കുന്നത്. നമ്മുടെ മനുഷ്യ ആത്മാവ്, ദൈവം നൽകിയ മനുഷ്യാത്മാവ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി സൃഷ്ടിച്ചവനെ ബഹുമാനിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ശപിക്കപ്പെട്ട ഭൂമിയെ ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ പാപം നിമിത്തം. ആ പാപം ഇന്ന് ഏറ്റവും വർദ്ധിച്ച അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അതിക്രമങ്ങൾ, മനുഷ്യന്റെ ക്രൂരതകൾ, മനുഷ്യന്റെ സ്വഭാവങ്ങൾ നാശത്തിന് മുമ്പേയുള്ള ഒരവസ്ഥയാണിത്. പ്രകൃതി അതിൻ്റെ നാശത്തിൻ്റെ ആ ലക്ഷണങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും വളരെ ശക്തമായി നശീകരണ പ്രവണത വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവയെ നശിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ സമയം ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു. അതിലേക്ക് ലോകം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ മനുഷ്യവർഗത്തിൽ മനസ്സുള്ളവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ മാനവജാതിയുടെ മുൻപിൽ ഒരു രക്ഷയുടെ മാർഗം ദൈവം തുറന്നിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത്. ലോകത്തിലുള്ള സകല വസ്തുക്കളും വ്യക്തികളും ജീവികളും സകലതും പാപപങ്കിലമാകയാൽ, ശാപഗ്രസ്തമായതാകയാൽ, നാശത്തിന് യോഗ്യമാകയാൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ പ്രായശ്ചിത്തമർപ്പിക്കാൻ ഒന്നും പര്യാപ്തമല്ലാതിരുന്നപ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് പാപമില്ലാത്ത ശരീരം, പാപമില്ലാത്ത രക്തം മനുഷ്യനു വേണ്ടി പ്രായശ്ചിത്തമാക്കി തീർത്ത് ദൈവം തന്റെ മഹാസ്നേഹത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി, സകല മനുഷ്യവർഗത്തിനും വേണ്ടി, ജാതിയോ വർണ്ണ വ്യത്യാസങ്ങളോ ഇല്ലാതെ സകല മനുഷ്യവർഗത്തിനും വേണ്ടി നഷ്ടപ്പെട്ട തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരവും മാനവവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയുള്ള ക്രൂശ് മരണവും മരിച്ചടക്കപ്പെട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശു ക്രിസ്തു നമ്മെ സത്യത്തിലേക്ക് നടത്തുവാൻ മതിയായവനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ മനനം ചെയ്യുവാൻ? ലോകത്തിൻ്റെ ഈ വളരെ ക്രമീകൃതമായ സംവിധാനങ്ങൾ ഇത് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു? മനുഷ്യൻ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കി മനനം ചെയ്യുവാൻ, എങ്ങനെ, എന്തുകൊണ്ട്, ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾ
നാം നമ്മിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ സൃഷ്ടിതാവിൻ്റെ കരവിരുത് നമ്മുടെ ഈ ചെറിയ ശരീരത്തിൽ എത്ര അത്ഭുതകരമായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ, അകത്തെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ കണ്ണുകളെ നാം തന്നെ അടച്ചു കളയാതെ കണ്ണുകളെ തുറന്ന്, ആന്തരിക കണ്ണുകളെ തുറന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക്, ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ മനനം ചെയ്യുവാൻ, അപഗ്രഥിക്കുവാൻ നാം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് കണ്ടെത്താം. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ നമുക്ക് കണ്ടെത്താം. ആ സൃഷ്ടിതാവിനെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം. എങ്കിൽ നാം അവനോടുകൂടെ മരണശേഷം ദൈവത്തെ വിട്ട് പാപം ചെയ്ത് ജീവിക്കുന്ന പാപികൾക്കൊരുക്കിയിരിക്കുന്ന, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അദൃശ്യ ശക്തിയായ പിശാചിന് ദൈവം ഒരുക്കിയിരിക്കുന്ന തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിച്ച് ദൈവമൊരുക്കിയ രക്ഷാമാർഗമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിച്ച് പാപജീവിതം ഉപേക്ഷിച്ച് നാം ജീവിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ പിതാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ പിതാവിൻ്റെ ഭവനത്തിൽ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. നാം ആത്മജീവികളാണ്. നമ്മുടെ പിതാവ് ആത്മരൂപിയാണ്. നമ്മുടെ സ്വന്തം ഭവനം ആത്മലോകമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ജീവിതമില്ല, താൽക്കാലികമാണ്. ഇന്നോ നാളെയോ അത് വീണ് അവസാനിക്കുന്നതാണ്. എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് നാം പുറത്തു വന്നാൽ ഒന്നുകിൽ ദൈവത്തിൻ്റെ ന്യായവിധി, ശിക്ഷാവിധി, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ, ആത്മലോകത്തിൽ ദൈവത്തോടൊരുമിച്ച് സന്തോഷ ജീവിതം. ഇത് രണ്ടും മാത്രമേ മനുഷ്യന്റെ മുൻപിലുള്ളൂ. മനുഷ്യവർഗം മനനം ചെയ്യുവാൻ തയ്യാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയുടെ ഈ വലിയ ആനുകൂല്യത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്ത തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമുക്കായിത്തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ഈ മഹാനായ, മഹത്വവാനായ, തേജോമാനായ, സർവശക്തനായ, സകലത്തിലും സകല അണ്ടകടാകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാദൈവത്തെ നശിച്ചു പോകുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിങ്ങനെ മനുഷ്യന്റെ സങ്കല്പവിദ്യ കൊണ്ട് കൈപ്പണി കൊണ്ട് ഉണ്ടാക്കി തീർത്ത ആ രൂപങ്ങളാക്കി ആ ദൈവത്തിന്റെ മഹത്വത്തെ നാം നിഷ്പ്രഭമാക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രേരണയുള്ള ഈ അവസ്ഥകളെ നാം വിട്ടുകളഞ്ഞ് നമ്മുടെ ആത്മക്കണ്ണുകളാൽ ഈ അദർശനായ ദൈവത്തെ കാണുവാൻ നമുക്ക് നമ്മുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായി ആ ദൈവം നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ദൈവത്തെ അന്വേഷിച്ചാൽ നിശ്ചയമായി കണ്ടെത്തുക തന്നെ ചെയ്യും. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ദൈവം നമ്മെ എല്ലാവരെയും സത്യം കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം നിലനിൽക്കുമ്പോൾ സത്യത്തിന് നേരെ കണ്ണടച്ച് സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും ദൈവത്തോട് അസത്യവും അനീതിയും ചെയ്യുന്നെങ്കിൽ, നാം ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാലും ദൈവത്തെ നമ്മുടെ പ്രവർത്തികളാൽ അപമാനിക്കുന്നത് കൊണ്ട്, ദൈവത്തെ നമ്മുടെ സങ്കല്പ സൃഷ്ടികളാക്കി മാറ്റുന്നത് കൊണ്ട് നാം ശിക്ഷയ്ക്ക് യോഗ്യരാണ് എന്നുള്ള യാഥാർത്ഥ്യം
ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.